Here we go to the movie Mermaduke. Let's start. ഒരു വികൃതി പട്ടിക്കുട്ടിയാണ് നമ്മുടെ മെർമഡ്യൂക്ക്. അവൻ താമസിക്കുന്നത് വിൻസ്ലോ ഫാമിലിയിലാണ്. ഇന്ന് ഇവിടുത്തെ ഇളയ കുട്ടിയായ ബില്ലിയുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി സമയത്ത് മെർമഡ്യൂക്കിനെ അവന്റെ അച്ഛൻ അടച്ചിട്ടു. ബില്ലി വന്ന അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ പറയുന്നത് അവന്റെ വികൃതി ഇവിടെ പൊറുപ്പിക്കാൻ പറ്റത്തില്ല, അവൻ തൽക്കാലം റൂമിൽ കിടക്കട്ടെ എന്ന്. മെർമഡ്യൂക്ക് അവനെ പറ്റി തന്നെ ചിന്തിക്കാണ്. അത് പിന്നെ എല്ലാം കഷ്ണം കണ്ട പട്ടികൾ ഓടിപ്പോയി എടുക്കത്തില്ലേ, പിന്നെ വീട്ടിലെ സോഫ പട്ടികൾക്ക് ഇരിക്കാനുള്ളതല്ലേ. അപ്പൊ ഏകദേശം നമ്മുടെ മെർമഡ്യൂക്കിന്റെ സ്വഭാവം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. പാർട്ടിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടം ഉറങ്ങി തീർക്കാനായി നമ്മുടെ മെർമഡ്യൂക്ക് തീരുമാനിച്ചു. ഉറക്കത്തില് അവന് ഇഷ്ടപ്പെട്ട ഫുഡ് ഇവരൊക്കെ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നതായിട്ടൊക്കെ മെർമഡ്യൂക്ക് സ്വപ്നം കാണുമ്പോൾ പെട്ടെന്ന് ഒരു തേനീച്ച അങ്ങോട്ട് വരും. ഈ തേനീച്ചയെ പിടിക്കാനുള്ള ശ്രമത്തിനിടയില് ഇവിടുത്തെ ജനലും പൊളിച്ച് നമ്മുടെ മെർമഡ്യൂക്ക് വെളിയിലോട്ട് ചാടി വീണ് പാർട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന പൂളിലേക്ക് വീണ് വെള്ളം മുഴുവൻ തെറിപ്പിച്ച് അവിടെ ഒരു വെള്ളപ്പൊക്കം തന്നെ ഉണ്ടാക്കി. അങ്ങനെയാണ് മിക്ക സമയത്തും നമ്മുടെ മെർമഡ്യൂക്ക് പെരുമാറാറുള്ളത്. അവിടുത്തെ അച്ഛനും അമ്മയും കൂടെ മെർമഡ്യൂക്കിനെ പറ്റി സംസാരിക്കാണ്. അപ്പോഴാണ് മൂത്ത മകളായ ബാർബറ വന്ന് ഇവന്റെ ഈ വീഴ്ച ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കയറി വൈറലായി എന്ന് പറയുന്നത്. അങ്ങനെ ടിവിയില് മെർമഡ്യൂക്കിനെ പറ്റി കേട്ട ഏറ്റവും നല്ല ഡോഗ് ട്രെയിനർ ആയിട്ടുള്ള ഗൈ ഈ വികൃതിയെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി എടുക്കാമെന്ന് തീരുമാനിക്കുന്നു. ഫേമസ് ആയ മെർമഡ്യൂക്കിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇപ്പൊ നമ്മുടെ ബില്ലി $1 ചാർജ് ചെയ്ത് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ വീടന്വേഷിച്ച് നമ്മുടെ ഗൈ വരുന്നത്, അതായത് ഡോഗ് ട്രെയിനർ. ഗൈ വന്നിട്ട് നമ്മുടെ ബില്ലിയോടും ഫാമിലിയോടും വന്ന് പറഞ്ഞു, നമുക്ക് മെർമഡ്യൂക്കിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം. ഇവന്റെ ഉള്ളില് ഒരു വേൾഡ് ബെസ്റ്റ് ഡോഗ് ഉണ്ട്, അവനൊരു ചാമ്പ്യനാണ്. പക്ഷെ നിങ്ങൾ അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് എന്നെ തന്നെ ഏൽപ്പിക്കണം. അടുത്ത വേൾഡ് ഡോഗ് ടൂർണമെന്റിന് ഇവനെ പങ്കെടുപ്പിക്കണം. അങ്ങനെ ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ $1 മില്യൺ നിങ്ങൾക്ക് കിട്ടുമെന്ന്. പ്രൈസ് മണി കേട്ടപ്പോ അച്ഛൻ അപ്പൊ തന്നെ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ ഗൈയുടെ നേതൃത്വത്തില് മെർമഡ്യൂക്കിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആരംഭിക്കുകയാണ്. ബില്ലിയും മെർമഡ്യൂക്കും ഫുൾ ടൈം കൗബോയ് ഒക്കെ വെച്ച് കളിക്കാറുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ കളിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. ബില്ലിയുടെ കൂടെ കളിക്കാൻ സമയം തരാത്തതിന്റെ പേരില് ഗൈയുടെ ട്രെയിനിങ്ങില് പ്രതിഷേധിച്ച് നിൽക്കുകയാണ് നമ്മുടെ മെർമഡ്യൂക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവനെ എങ്ങനെ മെരുക്കിയെടുക്കണമെന്ന് ഗൈക്ക് നല്ല രീതിയിൽ ബോധ്യം ഉണ്ടായിരുന്നു. നിന്റെ അല്ല, നിന്റെ അപ്പന്റെ ട്രെയിനിങ് വരെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തീർക്കും, എന്നിട്ടല്ല നീ എന്നും പറഞ്ഞ് നമ്മുടെ ഗൈ അവന് വേണ്ടുന്ന രീതിയിൽ അവൻ അങ്ങോട്ടെങ്ങനെ പെരുമാറുന്നു ആ രീതിയിൽ തന്നെ തിരിച്ചും പെരുമാറാൻ തുടങ്ങി. മെർമഡ്യൂക്കിന് മനസ്സിലായി ഇതൊരു നടക്കി പോവത്തില്ല, ട്രെയിനിങ് ഇതിങ്ങനെ ഒന്ന് അവസാനിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കുമല്ലോ. അങ്ങനെ ട്രെയിനിങ്ങിന് സഹകരിക്കാനായിട്ട് നമ്മുടെ മെർമഡ്യൂക്ക് തീരുമാനിക്കാണ്. ഗൈ അവന് ഓരോരോ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു. അതായത് ഈ ടൂർണമെന്റിന് ഏതൊക്കെ രീതിയിലുള്ള സെക്ഷൻസ് ഉണ്ടായിരിക്കും, അതെങ്ങനെയൊക്കെ ആയിരിക്കണം റെഡിയാക്കേണ്ടതെന്നൊക്കെ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ബില്ലി അവനെ കളിക്കാൻ വിളിക്കും. പക്ഷെ മെർമഡ്യൂക്ക് ഓൾറെഡി നല്ല ടയേർഡായിട്ടാ വരിക. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും നമ്മുടെ മെർമഡ്യൂക്കിനോട് റെസ്റ്റ് എടുത്താളോന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവൻ വികൃതി ആയിരിക്കുമ്പോൾ ആരും അവനോട് സ്നേഹത്തോടെ സംസാരിക്കാറ് പോലുമില്ല, ബില്ലി അല്ലാതെ. പക്ഷെ ഇപ്പൊ എല്ലാവരും അവനോട് സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവനോട് പണ്ടുണ്ടായിരുന്ന ആ ഒരു ആത്മാർത്ഥ സ്നേഹമല്ല എന്ന് മെർമഡ്യൂക്കിന് തോന്നുന്നുണ്ടായിരുന്നു. ഇവന് ടൂർണമെന്റിൽ വിജയിപ്പിക്കാൻ വേണ്ട ആ ഒരു സ്നേഹമാണെന്നൊക്കെയാണ് അവന് തോന്നുന്നത്. എന്നും രാവിലെ ആയി കഴിഞ്ഞ 6 മണിക്ക് ഗൈ നമ്മുടെ മെർമഡ്യൂക്കിനെ വിളിക്കാനായിട്ട് വരും. എന്നിട്ട് ഇവനൊരു ഗ്രേറ്റ് ഡെയിൻ എന്നറിയപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു ഡോഗ് ബ്രീഡാണ്. അപ്പൊ ഇവൻ എങ്ങനെ നിൽക്കണം എന്ന് കാണിച്ചു കൊടുക്കും. അതുപോലെ ഇവന് നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും കൺട്രോൾ ചെയ്ത് അത് കഴിക്കാതിരിക്കാൻ പഠിക്കണം. അങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. മെർമഡ്യൂക്കിന് ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഓരോരോ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മറികടക്കുന്നത്. നമ്മുടെ CID മൂസയില് ഉള്ള അതേപോലെയാണ് ഡോഗ് ട്രെയിനിങ് ഒക്കെ നമ്മുടെ ഗൈ കൊടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് മെർമഡ്യൂക്കും ഇത് കാര്യമായി തന്നെ എടുക്കാണ്. കാരണം അവൻ ട്രെയിനിങ്ങിൽ എത്രത്തോളം മോശം പ്രകടനം കാഴ്ചവെക്കുന്നു അതിനനുസരിച്ച് ട്രെയിനിങ്ങിന്റെ കാഠിന്യം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ട്രെയിനിങ് ഒന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെർമഡ്യൂക്ക് ഓക്കെ എന്ത് വേണേ വരട്ടെ, ഞാൻ ഇത്തവണ അടിപൊളിയായി പ്രാക്ടീസ് ചെയ്യും എന്ന് ഓരോ ദിവസവും തീരുമാനമെടുത്തു. രാവിലെ നേരത്തെ എണീക്കും, ഗൈഡ് കൂടെ പോവും. അങ്ങനെ ട്രെയിനിങ് സെക്ഷൻ ഒക്കെ നല്ല അടിപൊളിയായി കംപ്ലീറ്റ് ആക്കും. അങ്ങനെ മെർമഡ്യൂക്ക് ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് മെറ്റീരിയൽ ആയിട്ടുണ്ട്. അതായത് അവനൊരു ചാമ്പ്യൻ ഡോഗ് ആവാനായിട്ടുള്ള യോഗ്യതയുണ്ടെന്ന് ഗൈക്ക് തന്നെ തോന്നി തുടങ്ങുകയാണ്. അവസാനം മെർമഡ്യൂക്ക് നീ ചാമ്പ്യനായി തീരുമെന്നും അവൻ പറയുന്നുണ്ട്. ശേഷം ഒരു ലോക്കൽ ടൂർണമെന്റിൽ നമ്മുടെ മെർമഡ്യൂക്കിന് ഗൈ ആദ്യം ഇവനൊരു ലോക്കൽ ഡോഗ് ടൂർണമെന്റിനാണ് ഗൈ മത്സരിപ്പിക്കുന്നത്. അവിടെ വെച്ചൊരു പട്ടിയെ കാണുന്നുണ്ട്, സ്യൂസ്. അവന്റെ തൊലി പള തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ഓണേഴ്സ് അവകാശപ്പെടുന്നത് അവൻ ഉപയോഗിക്കുന്ന ഷാമ്പു കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതെന്ന്.
വളരെ എക്സ്പെൻസീവ് ആയ ഷാമ്പുവിന്റെ പ്രൊമോഷൻ ആണിതെന്നും ശരിക്കും അവന് തിളക്കമില്ല, ചുറ്റുള്ള ലൈറ്റിന്റെ തിളക്കമാണെന്നും നമ്മുടെ മെർമഡ്യൂക്കിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സ്യൂസ് ആണെങ്കിൽ വലിയ ആളാണ്, കാരണം കഴിഞ്ഞ വേൾഡ് ഡോഗ് ടൂർണമെന്റിൽ ഫസ്റ്റ് കിട്ടിയ ആൾ കൂടിയാണ്. മെർമഡ്യൂക്കിന്റെ അടുത്ത് വന്നിട്ട് ഓ നീ പുതിയ ആളാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ ചുമ്മാ ആദ്യം കളിയാക്കുന്നുണ്ട്. മെർമഡ്യൂക്ക് ആണെങ്കിൽ നീ ജയിച്ചത് ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടില്ല, ഇത്തവണ ഞാൻ ജയിച്ചുകൂടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. ശേഷം ഗായ് നമ്മുടെ മെർമഡ്യൂക്കിനെ കൊണ്ടുപോയിട്ട് ഗ്രൂമിംഗ് സെന്ററിലാക്കാണ്. അതായത് നല്ല വൃത്തിയായിട്ട് അവന്റെ ഈ രോമൊക്കെ ചീകി വെക്കുന്ന അത്തരത്തിലുള്ള ഒരു പാർലർ സെറ്റപ്പ്. അവിടെ വെച്ച് വേറെയും ഒത്തിരി പട്ടിക്കുട്ടന്മാരെ നമ്മുടെ മെർമഡ്യൂക്ക് കാണുന്നുണ്ട്. അന്നേരം സ്യൂസും അവിടേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് മെർമഡ്യൂക്കിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് നേരത്തെ മോശമായിട്ട് പെരുമാറി, നീ എന്നോട് ക്ഷമിക്കണം, അതിന് ഒരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ നിനക്ക് ഞാൻ കുറച്ച് ഫുഡ് തരാമെന്ന്. മെർമഡ്യൂക്കിനെ കൂട്ടിക്കൊണ്ട് അവിടുത്തെ ബൊക്കേറ്റിലേക്കാണ് നമ്മുടെ സ്യൂസ് പോകുന്നത്. മത്സരത്തിന് മുൻപ് ഇത് കഴിച്ച പ്രശ്നമാകുമെന്ന് മെർമഡ്യൂക്ക് ചോദിച്ചപ്പോൾ ഇവൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് അവൻ മുങ്ങി. മെർമഡ്യൂക്ക് സകല ഫുഡും കഴിച്ച് കോമ്പറ്റീഷന്റെ തൊട്ട് മുൻപ് 4 കാലയിൽ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകുവാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ കയറി ഗ്യാസ് ഒക്കെ ഫിറ്റ് ആക്കിയിട്ട് അവൻ നേരെ കോമ്പറ്റീഷന് പങ്കെടുക്കാനായിട്ടും പോകുന്നുണ്ട്. ഗൈക്കാണെങ്കിൽ ഇതൊന്നും അറിയത്തില്ല. അങ്ങനെ ഇവന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അവൻ വിചാരിക്കാതെ കൂടെ ഗ്യാസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ളവർക്ക് ഭയങ്കര നാറ്റവും വരുന്നുണ്ട്. അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിൽ അവിടെയുള്ള ട്രോഫി ഉണ്ടല്ലോ, ഇവർക്ക് ഫസ്റ്റ് കിട്ടിയ ആൾക്ക് കൊടുക്കുന്ന ട്രോഫി, ആ ട്രോഫിക്ക് മുകളിൽ പോയി ചാടിയിരുന്ന് അവൻ അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ഗ്യാസ് അങ്ങോട്ട് റിലീസായി. ടൂർണമെന്റ് കാണാൻ വന്ന എല്ലാവരും നാട്ടുകേസിൽ അകപ്പെട്ട പോലായി. നമ്മുടെ മെർമഡ്യൂക്കിന് വളരെ നല്ല പേരും കിട്ടി. അവനെ മത്സരിപ്പിക്കാൻ എത്തിയതിന്റെ പേരിൽ ഗൈക്കും നല്ല പേര് കിട്ടി. അങ്ങനെ കോമ്പറ്റീഷൻ നല്ല തകൃതിയായിട്ട് അവിടെ മുടങ്ങിപ്പോവുകയും ചെയ്തു. ഗൈ പറഞ്ഞു, ഞാൻ ഇനി ഇവനെ ഒരിക്കലും ട്രെയിനിങ് ചെയ്യിപ്പിക്കത്തില്ല എന്ന്. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിലെത്തിയ ബാർബറയും ബില്ലിയും എല്ലാവരും ഫ്രണ്ട്സിന്റെ കളിയാക്കലുകൾ കേട്ട് ആകെ സങ്കടത്തോടെയാണ് തിരിച്ചു വരുന്നത്. മെർമഡ്യൂക്കിനും നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം അവനും വിചാരിച്ചതായിരുന്നില്ല. സ്യൂസ് ചതിച്ചതാ എന്ന് അവൻ ആരോട് പറയാനായിട്ടാ. വീട്ടിലുള്ളവരുടെ സങ്കടമൊക്കെ കണ്ട് മെർമഡ്യൂക്ക് നല്ല വിഷമിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, എല്ലാ പട്ടിക്കുട്ടന്മാരും ഇത്തരത്തിൽ ചാമ്പ്യൻസ് ആവത്തില്ലല്ലോ എന്ന് ഇവനെ വില കുറച്ചവർ പറയുന്നതും ഇവൻ കേൾക്കുന്നുണ്ട്. ഇവരുടെ വീട്ടിലൊരു പൂച്ചക്കുട്ടിയുണ്ട്, ടുട്ടു വന്നിട്ട് മെർമഡ്യൂക്കിനോട് പറയാണ്, നീ ഇങ്ങനെ വിഷമിക്കേണ്ട, നീ ആയിട്ടിരിക്കുക, മറ്റുള്ളവരാവാൻ നോക്കുമ്പോഴല്ലേ ഈ പ്രശ്നം എന്നൊക്കെ. ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവർക്കൊരു ബില്ല് വന്നു. ആ ബില്ല് ഗൈഡ് ബില്ലായിരുന്നു. നമ്മുടെ മെർമഡ്യൂക്കിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചതിന്റെ അത്രയും വലിയ ബില്ല്, ഒത്തിരി പൈസയുണ്ട്. ഇത് കൂടി കേട്ടപ്പോൾ മെർമഡ്യൂക്കിന് തോന്നി, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നതിന് അർത്ഥമില്ല, ഞാൻ പോകുന്നതാ നല്ലത്. വെളിയിലാണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങി ഓടുകയാണ്. ഇവന്റെ കാരണം ഇനി അവരൊരിക്കലും സങ്കടം അനുഭവിക്കരുതെന്നും കരുതിയിട്ട്. ഇത് കണ്ട് നമ്മുടെ ടുട്ടും പിറകെ പോകുന്നുണ്ട്. അങ്ങനെ മെർമഡ്യൂക്ക് കാണുകെ നമ്മുടെ ടുട്ട് ട്രാഫിക്കിന്റെ നടുവിൽ പോയി നിൽക്കുകയാണ്. ഹേയ്, നീ എന്താ അവിടെ നിൽക്കുന്നേ എന്നും പറഞ്ഞ് എതിരെ വരുന്ന വണ്ടിയെ പോലും നോക്കാതെ മെർമഡ്യൂക്ക് അവളെ പോയി രക്ഷപ്പെടുത്തിയപ്പോൾ ടുട്ടു പറഞ്ഞു, അതെ, നീ ഒരു ചാമ്പ്യൻ തന്നെയാണ്. ഗൈ എന്ന് പറഞ്ഞത് ശരിയാണ്. നിന്റെ ആ ചാമ്പ്യൻ മനസ്സാണ് ഇപ്പോ എന്നെ രക്ഷപ്പെടുത്താനായിട്ട് നീ പ്രയോഗിച്ചത് എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും ഗൈയെ പോയി കണ്ട് ഒരവസരം കൂടി ചോദിക്കാൻ പറയാണ്. പക്ഷെ ഗൈ ആണെങ്കിൽ അടുക്കുന്ന മട്ടില്ല, നിന്നെ ഇനി മത്സരിപ്പിക്കാൻ കൊള്ളത്തില്ല എന്ന് തറപ്പിച്ച് പറയാണ്. അന്നേരം മെർമഡ്യൂക്ക് അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്തോ ചെയ്തു, ഈ വേൾഡ് ടൂർ നടത്തി. അവൻ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ ചാടിക്കൊണ്ട്, അതായത് ഓടിക്കൊണ്ട് വേൾഡ് ടൂർ നടത്തുകയാണ്. അത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. വീണ്ടും ഗൈഡ് അടുത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള പ്രശസ്തി പത്രമൊക്കെ മെർമഡ്യൂക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഇല്ല, ഇനിയും നിന്നെ കൊണ്ടുപോയിട്ട് നാണക്കെടാൻ എനിക്ക് പറ്റത്തില്ല എന്ന് ഗൈ പറയുമ്പോൾ ബില്ലി പറഞ്ഞു, അല്ലെങ്കിലും നിങ്ങളുടെ കരിയറിൽ തോൽവി എന്നൊന്നും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല, അത് ആദ്യം അനുഭവിച്ചതിന്റെ പ്രശ്നമാണ്. ഇത് കേൾക്കുന്ന ഗൈ പറഞ്ഞു, ശരിയാണ്, തോൽവി പലപ്പോഴും നമ്മളെ ബെറ്റർ ആക്കാൻ സഹായിക്കും. എന്റെ ആക്ടിവിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടി മെർമഡ്യൂക്കിനെ ഒരു തവണ കൂടെ ഞാൻ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ പോവാണെന്ന് ഗൈ തീരുമാനം എടുക്കുകയാണ്. എന്നിട്ട് അവന്റെ ഫ്രണ്ടായിട്ടുള്ള ഏമിയെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വേൾഡ് ഡോഗ് ടൂർണമെന്റിൽ ഒരാളെ മത്സരിപ്പിക്കുന്നുണ്ടെന്ന്. അവൾ ഓക്കെയും പറയാണ്. അങ്ങനെ നമ്മുടെ മെർമഡ്യൂക്കിനെ കൂട്ടിക്കൊണ്ട് ഗൈയും വിൻസ്ലോ ഫാമിലിയും കൂടെ ഈ ഒരു ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയുള്ള വേറെ പട്ടിക്കുട്ടികളാണ് ജുവാൻ, പിന്നെ വിന്നി ആളൊരു മസിൽമാൻ ആണ് കേട്ടോ. പിന്നെ ജാപ്പനീസ് സെൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ആർട്ട് ഉണ്ട്, അത് കൈവശമുള്ള സി, പിന്നെ സ്യൂസ്, ഇവരെല്ലാവരും കൂടെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രൂമിംഗ് സെക്ഷനിൽ നിൽക്കുകയാണ് നമ്മുടെ മെർമഡ്യൂക്ക്. അന്ന് ആ ലോക്കൽ ടൂർണമെന്റിന് എല്ലാവരെയും കളിയാക്കുന്ന പോലെ സ്യൂസും ഇവിടെ എല്ലാവരെയും നടന്ന് കളിയാക്കുന്നുണ്ട്. ഇന്നേരം ഗൈ ആവട്ടെ ഏമിയെ കാണുമ്പോൾ അവളോട് സംസാരിക്കാനായിട്ട് പോവാണ്.
അന്നേരത്താണ് സ്യൂസ് ഇവിടെ ഓരോരുത്തരുമായിട്ട് ചുമ്മാ അവരെ വില കുറച്ച് സംസാരിക്കുന്നത് നമ്മുടെ മെർമഡിയൊക്കെ കേൾക്കുന്നത്. മെർമഡിയൊക്കെ കണ്ടതും സ്യൂസ് പറഞ്ഞു, ആഹാ നാറ്റക്കേസ് വീരം വന്നല്ലോ, നീ ഇവിടെ എന്തോ ചെയ്യാൻ പോവാ? മെർമഡിയൊക്കെ അവനെ മൈൻഡ് ചെയ്തില്ല. അന്ന് നടന്നത് എന്താണെന്ന് എനിക്ക് നിനക്കും നന്നായിട്ട് അറിയാം, ഇന്ന് നീ എന്നൊന്ന് മറികടന്ന് ജയിക്കാൻ പറ്റുമെന്ന് നോക്ക് എന്നും പറഞ്ഞ് സ്യൂസിനെ മെർമഡിയൊക്കെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് ഷാൻഡ്രല്ലെ എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയെ കൂടെ നമ്മുടെ മെർമഡിയൊക്കെ കാണുന്നുണ്ട്. അവർ നല്ല കൂട്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ഡോഗ് ടൂർണമെന്റ് ഇവിടെ ആരംഭിക്കാൻ പോകുവാണെന്നുള്ള അറിയിപ്പ് വന്നു. മെർമഡിയൊക്കെ ആൾ ഓൾറെഡി പ്രശസ്തനായതുകൊണ്ട് അവനെ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് അറിയിക്കുന്നുണ്ട് ഇനി ഇവിടെ എന്തൊക്കെ പൊല്ലാപ്പാണോ അവൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ ടൂർണമെന്റിന് 3 ഘട്ടങ്ങൾ ഉണ്ടെന്ന് ജഡ്ജസ് വിളിച്ചു പറയാണ്. 5 ജഡ്ജസ് ഉണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ പട്ടിക്കുട്ടികളെയും ഓണേഴ്സിനെയും പരിചയപ്പെടുത്തുന്ന ഒരു റാമ്പ് വാക്ക് പോലെ. പിന്നെ ആദ്യത്തെ മത്സരം ഒബീഡിയൻസ് ആണ്, നമ്മളെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു മത്സരം. അപ്പോൾ ഓരോ പട്ടികൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് അവരുടെ മുന്നിൽ വെക്കും. 30 സെക്കൻഡ് ആ ഒരു ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ റൗണ്ടിൽ അവര് ഇന്നാവും. അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ പട്ടിക്കുട്ടി നൈസായിട്ട് ഔട്ടായി പോയി. രണ്ടാമതായിട്ട് നമ്മുടെ മെർമഡിയൂക്കിന്റെ ചാൻസ് ആയിരുന്നു. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പിസയാണ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ സീ ഇവനെ കാണുമ്പോൾ പറഞ്ഞു, ആ പിസ നീയാണെന്ന് സ്വയം വിചാരിച്ച് വേണം അതിന്റെ മുന്നിൽ നിൽക്കാനായിട്ടെന്ന്. മെർമഡിയൊക്കെ പിസ കണ്ട് അവനിങ്ങനെ കൊതി തോന്നുന്നുണ്ട് കഴിക്കാനായിട്ട്. പിന്നീട് അവൻ ചിന്തിച്ചു, ഈ പിസ ഞാൻ എങ്ങനെയാ എന്നെ കഴിക്കാം? 30 സെക്കൻഡ് കഴിഞ്ഞു. മെർമഡിയൊക്കെ അത് കഴിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു റൗണ്ടിൽ അവൻ വിജയിക്കുകയും ചെയ്തു. എല്ലാവരും ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ ഒബ്സ്റ്റക്കിൾസ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനിടയിലൂടെ വളരെ സ്പീഡിൽ ആ ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കണം. ആദ്യം സ്യൂസ് ആയിരുന്നു, അവൻ നല്ല കളക്കനായി തന്നെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജസിന്റെ കൂട്ടത്തിൽ ഒരാൾ മാത്രം സ്യൂസിന്റെ പെർഫോമൻസ് വരുമ്പോൾ മാത്രം തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. മെർമഡിയൂക്കിനോട് ഓൾ ദ ബെസ്റ്റ് പറയാമെന്ന സ്യൂസ് നല്ല സൂത്രത്തിൽ അവന്റെ കയ്യിൽ ഷാംപൂസ് ആക്കാണ്. അങ്ങനെ അവനാവട്ടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൈ പാളിയിട്ടൊക്കെയാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ തെന്നുന്നുണ്ടെങ്കിലും പ്രാക്ടീസ് കൊണ്ട് നമ്മുടെ മെർമഡിയൂക്ക് അവിടെയും ഇവിടെയും ഇടിക്കാതെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കംപ്ലീറ്റ് ആക്കി. അങ്ങനെ ആ ഒരു മത്സരത്തിൽ അവനും അധിക സമയമൊന്നും എടുക്കാതെ വിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ വീണ്ടും അവന് കൺട്രോൾ ഇല്ലാതെ വന്ന് ഗൈഡ് ദേഹത്തോട്ട് വീണ് ഗൈക്ക് ആക്സിഡന്റ് പറ്റി. ഒരു ട്രെയിനർ ഇല്ലാത്തത് കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് നമ്മുടെ മെർമഡിയൂക്കിന് മത്സരിക്കാൻ പറ്റത്തില്ല എന്ന് എമി വന്ന് പറയാണ്. ഇത് മെർമഡിയൂക്കിന്റെ കുറ്റം കൊണ്ടല്ല സംഭവിച്ചത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിധി അങ്ങനെയാണെന്ന് പറഞ്ഞ അവള് പോകുമ്പോൾ മെർമഡിയൂക്കിന്റെ സങ്കടം കണ്ട വിൻസ്ലോ ഫാമിലി ആവട്ടെ ഒരു തീരുമാനമെടുത്തു. ഒരു ട്രെയിനർ ഉണ്ടായി കഴിഞ്ഞ 3ാമത്തെ റൗണ്ടിൽ ഇവനെ മത്സരിപ്പിക്കാം. അത് ഫൈനൽ റൗണ്ട് കൂടിയാണ്. നമ്മൾ ജയിക്കുമോ ജയിക്കത്തില്ലയോ എന്നല്ല, പാർട്ടിസിപ്പേഷൻ അതാണ് ബെസ്റ്റ്. നമുക്ക് എന്തുകൊണ്ട് ഇവന്റെ ട്രെയിനേഴ്സ് ആയിക്കൂടാ? അങ്ങനെ അച്ഛൻ അതിനൊക്കെ പറയുമ്പോൾ എല്ലാവരും അതിനൊക്കെ പറഞ്ഞു. മെർമഡിയൂക്ക് 3ാമത്തെ റൗണ്ടിൽ മത്സരിക്കാനായിട്ട് സജ്ജമായിരിക്കാണ്. 3ാമത്തെ റൗണ്ടിൽ ഓരോ പട്ടികളുടെയും യുണീക്ക് ആയിട്ടുള്ള ടാലന്റ് ആണ് കാണിക്കുന്നത്. ആദ്യം വിന്നി ആയിരുന്നു. വിന്നി നമ്മൾ പറഞ്ഞല്ലോ ഒരു മസിൽമാൻ ആണ്. അവൻ ഭയങ്കരമായിട്ട് ഉള്ള ശക്തിയിൽ അവിടുത്തെ ആ മാളടക്കം എടുത്തു പൊക്കുന്നുണ്ട്. പക്ഷെ ഈ ജഡ്ജസിന്റെ കൂട്ടത്തിലെ ആ ഒരാൾ മാത്രം ഒഴികെ ബാക്കി എല്ലാവരും അത് എൻജോയ് ചെയ്ത് മാർക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഷാൻഡ്രല്ലെ ആയിരുന്നു. അവള് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡാൻസ് ഫോമാണ് കാഴ്ചവെക്കുന്നത്. അതിനും ഈ പെമ്പിള്ളയ്ക്ക് മാത്രം ഒരു ഇതുമില്ല, ബാക്കി എല്ലാവരും ഓക്കെയാണ്. പിന്നെ സി അവളുടെ സെൻ ആർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതും നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ടാലന്റ് സീയുടെ ആണെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് അമേസിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷെ ആ പെണ്ണുപിള്ള മാത്രം മാർക്ക് കൊടുക്കുന്നില്ല. എന്നാൽ അടുത്തതായിട്ട് സ്യൂസ് മത്സരിക്കാൻ വന്നു. ഒരു നിമിഷത്തേക്ക് എല്ലാവരുടെയും മൈൻഡ് കൺട്രോൾ ചെയ്ത് ഇവരെന്താ കാണിച്ചതെന്ന് പോലും ആരെയും ഓർമ്മിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ആർട്ട് ഫോം സ്യൂസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ജഡ്ജസ് പോലും എന്താണ് ഇവിടെ നടന്നതെന്ന് കണ്ടിട്ടില്ല. നല്ലതായിരിക്കാം എന്നും കരുതി അവർ മാർക്ക് കൊടുക്കാണ്. പക്ഷെ ആ പെണ്ണുപിള്ള മാത്രം കൈയടിച്ച് തുള്ളിച്ചാടുന്നുണ്ട് സ്യൂസിന്റെ പെർഫോമൻസ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. അടുത്തതായിട്ട് നമ്മുടെ മെർമഡിയൂക്കിന്റെ പെർഫോമൻസ് ആണ്. ബില്ലിയും മെർമഡിയൂക്കും ആ പൂച്ചക്കുട്ടിയും കൂടെ ഒരു കൗബോയ് ആക്ട് ആണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ മെർമഡിയൂക്കും ബില്ലിയും കൂടെ നമ്മുടെ ടുട്ട് ഒരു വില്ലനാണ് എന്ന മട്ടില് അവന്റെ വെടിവെപ്പ് നടത്തുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഒരു കൗബോയ് ഡാൻസും ഇവരുടെ വകയുണ്ടായിരുന്നു. അപ്പൊ ഈ ഡാൻസിന്റെ സമയത്ത് ഈ ബീറ്റും ഇവരുടെ ഡാൻസും എല്ലാതും കണ്ട് ഓഡിയൻസ് അടക്കം തുള്ളിച്ചാടാനായിട്ട് ആരംഭിക്കുകയാണ്. ജഡ്ജസും അവിടെ കൂടിയിരുന്ന പട്ടികളും എല്ലാവരും നല്ല സൂപ്പറായി എൻജോയ് ചെയ്യുന്ന ഒരു എന്റർടൈനിങ് ആക്ട് ആയിരുന്നു നമ്മുടെ മെർമഡിയൂക്കിന്റെ വകയായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു വെടിക്കെട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എല്ലാവരും കരുതും നമ്മുടെ മെർമഡിയൂക്ക് ഉറപ്പായിട്ടും ജയിക്കും അങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ ആ പെണ്ണുപിള്ളയ്ക്ക് മാത്രം ഇത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മാർക്ക് വന്നപ്പോൾ സ്യൂസിനാണ് ഫസ്റ്റ് കിട്ടുന്നത്. പക്ഷെ സ്യൂസിന്റെ ആക്ട് ആരും കണ്ടിട്ടുമില്ല. അവൾക്കാണെങ്കിൽ അധികം മാർക്ക് കിട്ടാൻ ചാൻസും ഇല്ല. പക്ഷെ ഈ പെണ്ണുപിള്ള മാത്രം സ്യൂസിന് പ്രൈസ് അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചാടി കളിക്കുന്നത് കാണുമ്പോൾ മെർമഡിയൂക്കിന് ഒരു സംശയം. ഈ സ്യൂസിന് 2 ഓണേഴ്സ് ഉണ്ട്, അവർ 2 ട്വിൻസ് ആണ്. ഇനി അതിൽ ഒരു ട്വിന്നിന്റെ മാത്രമേ ഇപ്പൊ സ്യൂസിന്റെ കൂടെ കാണുന്നുള്ളൂ. അപ്പൊ ഈ പെണ്ണുപിള്ള ശരിക്കും വേഷം കെട്ടി വന്നേക്കുവാണ്.
അങ്ങനെ ഇവരുടെ തന്നെ ഷാമ്പു ബോട്ടിൽ അവരുടെ ദേഹത്തേക്ക് ആക്കിയപ്പോൾ ഈ ജഡ്ജിന്റെ തലയിലിരുന്ന വിഗ് പോയി. അങ്ങനെ ആൾമാറാട്ടത്തിന്റെ പേരിൽ ഈ സ്യൂസിന്റെ 2 ഓണേഴ്സിനെയും പോലീസ് അറസ്റ്റ് ചെയ്യാണ്. ഇനി അടുത്തതായിട്ട് വിന്നർ ആരാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് സി ആയിരുന്നു. പക്ഷേ നമ്മുടെ സ്യൂസ് ആ ഒരു ട്രോഫി എടുത്തോണ്ട് ഓടുമ്പോൾ നമ്മുടെ മമ്മിഡിയൊക്കെ അവനെ തടയാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വീഡിയോഗ്രാഫറായി നിന്നിരുന്ന ഒരു ടോൾ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. അത് താഴെ വീഴാൻ തുടങ്ങി. അയാളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ അത് മമ്മിഡിയൊക്കിന്റെ മണ്ടയ്ക്ക് വീണു. അവന്റെ ബോധം പോയി. എല്ലാവരും കരുതി അവൻ മരിച്ചുപോയെന്ന്. അങ്ങനെ മമ്മിഡിയൊക്കിന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് അവനെ ചുറ്റി നിന്ന് എല്ലാവരും പറയാണ്, നീയായിരുന്നു തന്നെ മതിയായിരുന്നു, നീ നല്ലവനാണ്, നിന്നെ പോലെ ഒരു പട്ടിക്കുട്ടി ഇനി ഈ ലോകത്തുണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മമ്മിഡിയൊക്കെ എഴുന്നേൽക്കും. അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് അവന് ചെറുതായിട്ട് ബോധം പോയിട്ടുണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ സംഭവം അവന് ഫസ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും അവൻ ജനപ്രിയനായിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയായിട്ട് മാറി. ഷാൻഡ്രല വന്ന് അവനോട് അവളുടെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജനകീയനായിട്ട് നമ്മുടെ മർമഡ്യൂക്ക് മാറിയ ഒരു സീനോട് കൂടിയിട്ടാണ് 2022 പുറത്തിറങ്ങിയ മർമഡ്യൂക്ക് എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു സിനിമ? ഇതിന്റെ ലൈവ് ആക്ഷൻ മൂവി ഉണ്ട് കേട്ടോ. സോ അതിന് ശേഷമാണ് 2022 ഈ ഒരു മൂവി റിലീസായത്. ലൈവ് ആക്ഷൻ മൂവി കുറച്ചുകൂടെ നമ്മുടെ മർമഡ്യൂക്കിനോട് നമുക്ക് ഇമോഷണലി അറ്റാച്ച്മെന്റ് തോന്നും. ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ആനിമേഷൻ കുറെ കൂടെ എന്റർടൈനിങ് ആണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇങ്ങനത്തെ മൂവീസ് കൂട്ടുകാർക്ക് ഇഷ്ടമാണോ? അതായത് ഒരു ആനിമൽ സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമാണോ? ഏത് കാറ്റഗറി ആനിമേഷൻ മൂവീസ് ആണ് കൂട്ടുകാർക്ക് കൂടുതൽ താല്പര്യമുള്ളത്? ജസ്റ്റ് കമന്റ്സ് ആയിട്ട് പറയാ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുക കേട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ല. അപ്പം നിങ്ങൾക്ക് ജെന്യുവൻ ആയി തന്നെ നമ്മളോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാവുന്നതാണ്. ഇപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ തരാനുണ്ടായിരിക്കും. അതായത് സ്പീഡ് കൂടുതലാണ്, സ്പീഡ് കുറവാണ്, അല്ലെങ്കിൽ പറയുന്ന രീതി മനസ്സിലാവുന്നില്ല, എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സജഷൻസ് ആയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾ ഓരോ സജഷൻസ് തരുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കൂടെയാണ് നമ്മൾ വളരുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോയ്ക്കിടയിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഹായ് പറയാറുണ്ട്, ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കാറുണ്ട്. സോ ഹായ് വേണ്ട കൂട്ടുകാർ കമന്റ് സെക്ഷനിൽ പേര് പറയാ. അതുപോലെ തന്നെ ബർത്ത്ഡേ വിഷസ് അറിയിക്കേണ്ട കൂട്ടുകാർ ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപ്, കൂടുതലൊന്നും ലോങ്ങിക്ക് പോരുത്, 1 വീക്ക് മുൻപ് മാത്രം നിങ്ങൾ ബർത്ത്ഡേ എന്നാണെന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്നും കമന്റ് ആയിട്ട് പറയാം കേട്ടോ. ഒത്തിരി നാളുകൾ കഴിഞ്ഞിട്ടുള്ള ബർത്ത്ഡേസ് ഇപ്പൊ തന്നെ ഇടുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ സമയം ഫെബ്രുവരി ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ഒരു സമയത്തേക്കുള്ളതൊക്കെ ബർത്ത്ഡേ വിഷസുകൾ ഇപ്പം തന്നെ കൂട്ടുകാർ കമന്റ് ആയിട്ടിട്ട് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1 വീക്ക് മുൻപായിട്ട് പറയാ. പിന്നെ നിങ്ങളുടെ മൂവി സജഷൻസ്, സീരീസ് സജഷൻസ് ഒക്കെ തന്നെ കമന്റ്സ് ആയിട്ട് പറയാം കേട്ടോ. ആനിമേഷൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന മൂവി ഏതാണോ സീരീസ് ഏതാണോ നമുക്ക് ഫയൽ കിട്ടുവാണെങ്കിൽ, കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.